നമുക്ക് ജാവ കമന്റ്സ് എന്നുള്ളൊരു ടോപ്പിക്ക് നോക്കാം. അപ്പോൾ കമന്റ്സ് എന്ന് പറയുമ്പോൾ അത് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ആ പ്രോഗ്രാമിന്റെ റീഡബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ എഴുതിയിരിക്കുന്ന ഓരോ സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത മെത്തേഡുകൾ ചിലപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെത്തേഡ് ക്രിയേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എന്തിനാണ് ഈ വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള ഏരിയയിൽ, എല്ലാ ഏരിയയിലും കൊടുക്കണമെന്നല്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്ന ഏരിയാസിൽ നമ്മൾ കമന്റ് ചെയ്ത് വെക്കാം. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഒരു നോളജ് ട്രാൻസിഷന്റെ സമയത്ത് നമുക്ക് വേറൊരാൾക്ക് ഈ കോഡ് ഷെയർ ചെയ്യണം എന്നാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അയാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റും കമന്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ കമന്റ്സിന്റെ പർപ്പസ് അതാണ്. ഇപ്പൊ എക്സിക്യൂട്ടർ നമ്മൾ കമന്റ് ചെയ്തിരിക്കുന്ന ലൈൻസ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യേയില്ല, പ്രോപ്പർ ആയിട്ട് നമുക്കത് മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, അപ്പൊ ജാവയില് നമുക്ക് രണ്ട് ടൈപ്പ് കമന്റ്സ് ആണ് ഉള്ളത്. ഒന്ന് സിംഗിൾ ലൈൻ കമന്റും പിന്നൊന്ന് മൾട്ടി ലൈൻ കമന്റും. അപ്പൊ പേര് പോലെ തന്നെ സിംഗിൾ ലൈൻ കമന്റ് എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ ലൈൻ, ഒരു ലൈനിനെ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിംഗിൾ ലൈൻ കമന്റ് യൂസ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഡബിൾ സ്ലാഷ് ആണ് കൊടുക്കുന്നത്. ഫോർവേഡ് സ്ലാഷുകൾ 2 കൊടുത്താൽ ലൈനുകൾ നമുക്ക് കമന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എനിക്ക് കോഡാണ് കമന്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ആ ലൈൻ പോയിട്ട് ഇങ്ങനെ കമന്റ് ചെയ്യാം. അപ്പൊ ഈ ലൈൻ ഇനി എക്സിക്യൂട്ട് ആവില്ല. ഡബിൾ സ്ലാഷ് ഞാൻ കൊടുത്തു. ഈ പ്രോഗ്രാം ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഹലോ വേൾഡ് എന്ന് മാത്രമേ വന്നുള്ളൂ. ഈ ലൈൻ പ്രിന്റ് ആയില്ല. കാര്യം എന്ന് വെച്ചാൽ അത് കമന്റഡ് ആണ്. അപ്പൊ ഇതിനാണ് നമ്മൾ സിംഗിൾ ലൈൻ കമന്റ് എന്ന് പറയുന്നത്. സിംഗിൾ ലൈൻ കമന്റ് കോഡ് കമന്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. ഓൾട്ടർനേറ്റീവ് കോഡുകൾ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ കമന്റ് ചെയ്ത് വെക്കാറുണ്ട്. അല്ലെങ്കിൽ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇതിപ്പോ എനിക്ക് ടു പ്രിന്റ് ദ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ് എഴുതാം. അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതി കൊടുക്കാം, ടു പ്രിന്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് എന്ന് എഴുതി കൊടുത്താൽ നമുക്ക് അതിന്റെ അല്ലെ, നമ്മൾ ഇനി നോക്കുമ്പോൾ ഇതിന്റെ മീനിങ് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇന്നൊരു കാര്യത്തിനാണ് ഞാൻ അടുത്ത ലൈൻ കൊടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ എക്സ്പ്ലനേഷൻ കമന്റ് ചെയ്ത് നമുക്ക് വെക്കാം. അപ്പൊ ഈ ഡബിൾ സ്ലാഷ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റ ലൈനാണ് കമന്റ് ആവുക. ഇനി മൾട്ടി ലൈൻ കമന്റ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ലൈനുകൾ നിങ്ങൾക്ക് കമന്റ് ചെയ്യേണ്ടി വരും. എനിക്കിപ്പോൾ ഈ ലാസ്റ്റ് 2 ലൈൻസ് കമന്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ മൾട്ടി ലൈൻ കമന്റ് ആണ് കൊടുക്കുന്നത്. അപ്പൊ അതിന് കൊടുക്കേണ്ടത് സിംഗിൾ സ്ലാഷ് കൊടുക്കുക, എന്നിട്ട് സ്റ്റാർ കൊടുക്കുക. ഇനി എത്ര ലൈൻസ് ആണോ നിങ്ങൾക്ക് കമന്റ് ചെയ്യേണ്ടത് എല്ലാം കഴിഞ്ഞിട്ട് ആ ലൈനിന്റെ എൻഡിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വരുന്നിടത്തോ നിങ്ങൾ സ്റ്റാർ പിന്നെ സ്ലാഷ് കൊടുക്കുക. ഓക്കെ, എല്ലായിടത്തും നമ്മൾ ഫോർവേഡ് സ്ലാഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റാറും ആദ്യം സ്ലാഷും സ്റ്റാറും, എൻഡ് ചെയ്യാൻ വേണ്ടി സ്റ്റാറും സ്ലാഷും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മൾട്ടി ലൈൻ കമന്റ് ആണ്. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് ഇതിനുള്ളിലുള്ള ഇത്രയും സാധനങ്ങളെ കമന്റ്, എല്ലാ ലൈനിലും പോയിട്ട് ഡബിൾ സ്ലാഷ് കൊടുക്കേണ്ടി വരില്ല. ഇപ്പൊ ഡെമോയ്ക്കൊക്കെ ഇരുന്ന് സ്ക്രീനൊക്കെ ഷെയർ ചെയ്ത് വെക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും ഏതെങ്കിലും ഒരു ഏരിയ കമന്റ് ചെയ്യാൻ പറഞ്ഞു നിങ്ങളോട്, ബാക്കി എക്സിക്യൂട്ട് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ അവിടെ ഇരുന്ന് എല്ലാ ലൈനിന്റെ മുന്നിൽ ഇങ്ങനെ സ്ലാഷ് ഇട്ടുകൊണ്ടിരിക്കരുത്. അതായത് ഇവിടെ വന്നിട്ടോ ഈ ലൈൻ വേണ്ട, അപ്പൊ ഇതിന് കൊണ്ടുവന്ന് സ്ലാഷ് ഇട്ടു, അടുത്തതിന് കൊണ്ടുവന്ന് സ്ലാഷ് ഇട്ടു, അങ്ങനെ ചെയ്യരുത്. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ സ്ക്രീൻ ഷെയർഡ് ആണെന്ന് വിചാരിക്കുക, ഓൺലൈൻ ഇന്റർവ്യൂ ആണ്. അപ്പൊ നിങ്ങളോട് പറയാം നിങ്ങൾ എഴുതിയ കോഡുകൾ കമന്റ് ചെയ്തിട്ട് വേറൊരു രീതിയിൽ അത് തന്നെ ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു സെക്ഷൻ ചെയ്ത് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും നിങ്ങൾ ഇതുപോലെ കമന്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ പ്രൊഫഷൻ്റ് ആണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെന്ന്, ഇത് യൂസ് ചെയ്യാനും ഒക്കെ. അപ്പൊ അങ്ങനെയൊന്നും പോയി പിടികൊടുക്കരുത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ടോപ്പിക് ആയിട്ട് തോന്നുമെങ്കിലും ഞാൻ കമന്റ്സ് എടുക്കാൻ കാരണം തന്നെ അതാണ്. ഓക്കെ, വരെയാണോ കമന്റ് ചെയ്യേണ്ടത് ആ സ്റ്റൈലിൽ വന്നിട്ട് നിങ്ങൾ ഈ സ്റ്റാറും ഈ സ്ലാഷും സ്റ്റാറും കൊടുക്കുക. ആ ഏരിയ ഫുള്ള് കഴിഞ്ഞതിന് ശേഷം അത്രയും എത്ര ലൈൻസ് ഉണ്ടോ, 10 ലൈൻ കമന്റ് ചെയ്യണോ, 10ാമത്തെ ലൈനിൽ വന്നിട്ട് സ്റ്റാറും സ്ലാഷും കൊടുക്കുക. ഓക്കെ, അപ്പൊ അതിനാണ് നമ്മൾ മൾട്ടി ലൈൻ കമന്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇനി ഇത് ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കാം. ആ ഒരു ഏരിയ നമുക്കിനി ഇതുപോലെ ഡബിൾ സ്ലാഷ് കൊടുക്കേണ്ട ഷോർട്ട് കട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ കൺട്രോൾ സ്ലാഷ് കൊടുത്താൽ മതി. ഓക്കെ, അതപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ കൺട്രോൾ സ്ലാഷ് കൊടുക്കാം. അതായത് ഇപ്പോൾ ഇത് ഞാൻ റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. ഇത് മൊത്തം റിമൂവ് ചെയ്യാം. ഓക്കെ, ഇത്രയും സംഭവങ്ങളെ എനിക്ക് കമന്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. സിംഗിൾ ലൈൻ കമന്റ് ആണ് കൊടുക്കാനുള്ളതെങ്കിൽ കൺട്രോൾ സ്ലാഷ് കൊടുത്താൽ ഇത്ര ഒറ്റയടി വരും. എല്ലാ ലൈനിലും ഡബിൾ സ്ലാഷ് വന്നിട്ട് എല്ലാം സിംഗിൾ ലൈൻ കമന്റഡ് ആയിരിക്കും. ഇത് നിങ്ങൾക്ക് മൾട്ടി ലൈൻ കമന്റ് ആണ് കൊടുക്കാനുള്ളതെങ്കിൽ ഒന്നുകൂടി ഞാൻ സെലക്ട് ചെയ്യട്ടെ. അതുപോലെ തിരിച്ച് കൺട്രോൾ സ്ലാഷ്, ഫോർവേഡ് സ്ലാഷ് തന്നെയാണ്, ഈ സ്ലാഷ് തന്നെയാണ്. തിരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ സ്ലാഷ് അടിച്ചു കഴിഞ്ഞാൽ അത് പോവുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് മൾട്ടി ലൈൻ കമന്റ് മതി എന്നാണെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് സ്ലാഷ് അടിക്കുക. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ മൾട്ടി ലൈൻ കമന്റ് ആവും. ഇതിന് മൾട്ടി ലൈൻ കമന്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്റ്റാർ കൂടി വരും കേട്ടോ, ഇടയിലിടയിൽ ഇങ്ങനെ സ്റ്റാറും കൂടി വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഡിഫറൻസ് ഉള്ളൂ. നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പിന്നെയും സ്റ്റാർ ആഡ് ചെയ്യേണ്ട, അതായത് ഇങ്ങനെ ഓരോ ലൈനിലും കൊണ്ടൊന്ന് സ്റ്റാർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു സംഭവം പിന്നെ ലാസ്റ്റ് ഈ ഒരു സംഭവം മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇതാണ് ജാവ കമന്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു, ബൈ.